നമസ്കാരം. ഞാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അതായത് നമുക്ക് കാലത്തിനനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ. അതൊരു പക്ഷേ നമ്മൾ കുഞ്ഞുനാളിൽ നമുക്കൊരു സൈക്കിൾ വാങ്ങണമെന്നായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്കൊരു സ്കൂട്ടർ വാങ്ങണമെന്ന് തോന്നും. ഉദാഹരണമാണ്, ആഗ്രഹങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി പോയി ഒരു ബുദ്ധിമുട്ട് സഹിക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, എനിക്ക് ഈയിടെയായിട്ട് ഓൾ ഇന്ത്യ ഒരുപാട് റൈഡ് നടത്തണമെന്നുള്ളൊരു താല്പര്യമുണ്ട്, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം എൻ്റെ കയ്യിലുള്ള ബൈക്ക് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അത് BMW ഗ്രാൻഡ് അമേരിക്ക എന്ന് പറയുന്നൊരു ബൈക്കാണ്. അത് വന്നിട്ട് എല്ലാ ടെറൈനിലും എല്ലാ റോഡിലും എനിക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം അതൊരു ടൂററാണ്. അതൊരു ഹൈവേയിൽ മാത്രം നല്ല സ്മൂത്തായിട്ട് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഓടിച്ച് പോകാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർത്തിലൊക്കെ റൈഡ് പോകുമ്പോൾ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നോർത്തിലൊക്കെ റൈഡ് പോകുന്ന സമയത്ത്, ഉദാഹരണത്തിന് ലേ ലഡാക്കിലൊക്കെ പോകുന്ന വഴിക്ക് അവിടെ ഒരുപാട് വാട്ടർ ക്രോസിങ്ങുകളും ഒരുപാട് ഓഫ് റോഡുകളും എല്ലാം കാണും. അപ്പോൾ നമുക്ക് എൻ്റെ ആ ഒരു ടെറൈനിൽ എൻ്റെ ഈ ഗ്രാൻഡ് അമേരിക്ക കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വർഷം നമ്മളിപ്പോൾ ഈ മാർച്ചിൽ ഞാനിപ്പോൾ ഒരു ഹിമാചൽ കാശ്മീർ റൈഡ് പോകുന്നുണ്ട്. അതെങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്നില്ല. ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് വണ്ടി അവിടെ ഡൽഹിയിൽ നിന്ന് റെൻ്റ് എടുത്തിട്ട് ഫുള്ള് കറങ്ങിയിട്ട് തിരിച്ച് ശ്രീനഗറിൽ വണ്ടി ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെക്കൻഡ് ഒരു തോട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ബൈക്കുകൾ അങ്ങോട്ട് ഷിപ്പ് ചെയ്തുവിടാം. നമ്മുടെ ബൈക്ക് അങ്ങോട്ട് ഷിപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് കറങ്ങി പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ച് വണ്ടി ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെല്ലാവർക്കും അത് സമ്മതമായി. കാര്യം സ്വന്തം വണ്ടിയിൽ ഓടിക്കുന്നതിൻ്റെ ഒരു കംഫർട്ട് ഒരിക്കലും റെൻറ്റിന് ബൈക്ക് എടുത്താൽ കിട്ടത്തില്ല. അപ്പോൾ അത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, ഇതെല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുള്ളവർ, ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വണ്ടി ഓടിച്ച് അത്രയും ദൂരം പോയിട്ട് അവിടെ കറങ്ങാൻ ആഗ്രഹമില്ലാത്തവർ, അല്ലെങ്കിൽ ആരോഗ്യം സമ്മതിക്കാത്തവർ, സമയപരിമിതിയുള്ളവർ, എല്ലാവർക്കും വേണ്ടി അത് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേര് ചെയ്തത് തന്നെയാണ്. നമ്മളിവിടുന്ന് വണ്ടി ട്രക്ക് ചെയ്യും, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വണ്ടി ഓടിച്ച് കറങ്ങി ഫുൾ എല്ലായിടം പോയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് തിരിച്ച് ശ്രീനഗറിൽ നിന്ന് കയറ്റാനാണ്. ശ്രീനഗറിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിലേക്ക് വരും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് നല്ലൊരു വണ്ടി വേണം. മീൻസ് എൻ്റെ വണ്ടി മോശമൊന്നുള്ളതല്ല, എൻ്റെ വണ്ടി നല്ല വണ്ടിയാണ്. ബട്ട് അത് ആ ഒരു ടെറൈനിൽ ഓടിക്കാനായിട്ടുള്ള ഒരു സൂട്ടബിളായിട്ടുള്ള ഒരു ബൈക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനുള്ള ഒരു ബൈക്ക് ഏതാണെന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തതാണ് BMW ഏറ്റവും പുതിയ മോഡലായ 1300 GSA, അതായത് GS അഡ്വഞ്ചർ എന്ന ഈ ബൈക്ക്. അപ്പോൾ അത് എൻ്റെ ഒരു ആഗ്രഹം തോന്നി, എനിക്കത് വാങ്ങിയാലോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആവശ്യം നടക്കാൻ വേണ്ടി, അതായത് ഞാനിപ്പം ആഗ്രഹിക്കുന്നത് ഓൾ ഇന്ത്യ റൈഡ് പോകാനായിട്ട് എല്ലാ ടെറൈനിലും ഓടിക്കാൻ പറ്റിയ ഒരു ബൈക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ആ ബൈക്ക് വാങ്ങുന്നു. അപ്പോൾ ഇന്നാണ് ആ വണ്ടിയുടെ ഡെലിവറി ഫംഗ്ഷൻ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഇവിടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഡെലിവറി ഫംഗ്ഷനിലോട്ട് പോകണം. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള 2 പേര്, ഇപ്പം അതിൽ അമൽ ഞങ്ങളുടെ പല റൈഡുകളും വന്നിട്ടുണ്ട്, നിങ്ങളും കണ്ടു കാണണം. ഫാറ്റ് ബോയ്, ഹാർലി ഡേവിഡ്സൻ്റെ ഫാറ്റ് ബോയ് ആണ് അമൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അമലും ഈ പറഞ്ഞതുപോലെ ഈ വർഷം കുറച്ച് കൂടുതൽ റൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഇതുപോലെ തന്നെ സെയിം നമുക്ക് എല്ലാ ടെറൈനും ഓടിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഈ 103 എന്ന് പറഞ്ഞ പഴയ മോഡൽ ഹാർലി ഡേവിഡ്സണൊക്കെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഈ എയർ കൂളിംഗ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഈ സ്ലോ റൈഡൊക്കെ വലിയ പാടാണ്. പെട്ടെന്ന് എൻജിൻ ചൂടായിട്ട് സീസാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും മാറ്റി പുള്ളിക്കാരനും 1300 GS എടുക്കുന്നു. പിന്നെ എൻ്റെ ഒരു അനിയൻ സജിൻ എന്ന് പറയും, പുള്ളിയും പിന്നെ ഇതേ സെയിം ബൈക്ക് എടുക്കുകയാണ്, 1300 GS. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ബൈക്ക് ഇന്ന് ഡെലിവറിയാണ്. നമ്മുടെ SBRC എന്ന് പറയുന്നത് നമ്മുടെ ക്ലബ്ബിലെ അംഗങ്ങളെല്ലാം വരുന്നുണ്ട്. ക്ലബിന് വേണ്ടിയാണ് നമ്മളിത് നല്ലൊരു ഇവൻ്റായിട്ട് ചെയ്യുന്നത്. അപ്പം BMW ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഹസൻ, പിന്നെ എൻ്റെ കൊച്ചനിയൻ മിഥുൻ, ഇവിടെ തന്നെ BMW വർക്ക് ചെയ്യുന്ന നമ്മുടെ സർവീസിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സർവീസ് സപ്പോർട്ട് തരുന്ന പിന്നെ ശ്രാവണൊക്കെ നല്ല ഡീലിംഗാണ്. അവരൊക്കെ സർവീസൊക്കെ പക്കയാണ്. നമുക്ക് ഈ ബൈക്കുകളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ബൈക്കുകൾ എടുക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ സർവീസ് വിശ്വസിച്ചിട്ടാണ്. ഇവിടെ നിന്നുള്ള എല്ലാ കൊച്ചിയിൽ തന്നെ ആൽഫിൻ, പിന്നെ ഭരത് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഹാർലിയിൽ ഉണ്ടായിരുന്ന ആളാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് BMൽ. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. BMW എനിക്ക് തരുന്ന എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഈ ബൈക്കിൽ പിന്നെ BMW സർവീസ് ടീമായാലും സെയിൽസ് ടീമായാലും നല്ല സപ്പോർട്ടുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനവും കൂടെ കണക്കിലെടുത്താണ് ഞാൻ വീണ്ടും ഒരു BMW എടുക്കുന്നത്. പിന്നെ ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെറുതെ ഒരു ബൈക്ക് വാങ്ങി വെക്കുന്നതല്ല, ആ ബൈക്ക് നമ്മൾ എടുക്കുന്നതിന് നമുക്ക് എന്താണ് ഉപയോഗം എന്ന് ആദ്യം നോക്കണം. ഇപ്പോൾ ഡെയിലി യൂസിന് ആരും ഇങ്ങനെയുള്ള ബൈക്കുകൾ എടുക്കാറില്ല. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും നാൾ
ഈ സൗത്തിൽ ഒരുപാട് റോഡുകൾ വണ്ടി റൈഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് അല്ലാതെ പോയ റോഡുകളാണ്. നല്ല ടെറൈൻസ്, നല്ല ഹൈവേ എല്ലാം പോയത്. പക്ഷേ എനിക്കിനി അതല്ലാതെ എനിക്ക് ഈ 2026 എനിക്ക് കൂടുതലായിട്ട് ഇതുപോലുള്ള നോർത്തിലൊക്കെ ഒന്ന് റൈഡ് ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങളെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ബൈക്ക് എടുക്കുന്നത്. അപ്പോൾ എനിക്കതൊരു ഉപയോഗമാണ് ഈ ബൈക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പം അവരും എടുക്കുന്നുണ്ട്. പക്ഷേ അമലും സജിനും ആ ഒരു ഐഡിയ ഇല്ല. അവർക്ക് ഉപയോഗിക്കാൻ എടുക്കുന്ന ബൈക്കാണ്. അവർ നോർമലി അവർക്കിപ്പോൾ ഒരു ബൈക്ക് വേണം, അങ്ങനെ എടുക്കുന്നതാണ്. അതായത് റൈഡ് ചെയ്യാനായിട്ട്, നമ്മുടെ ക്ലബിലത്തേക്ക് റൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ബൈക്ക് ഈ ഡെലിവറി വന്നിട്ട് ഒരു 5 മണിക്ക് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മണി ഇപ്പോൾ 2 അപ്പോൾ എൻ്റെ സുഹൃത്ത് ഞങ്ങളുടെ ഈ ഫിനാൻസിനൊക്കെ, ഞങ്ങളുടെ വണ്ടികൾ എല്ലാത്തിനും ഫിനാൻസൊക്കെ ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് അനൂപ് കൊച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. പുള്ളിയും കൊണ്ട് ഞാൻ ഒരു 4:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ 4:30 ആവട്ടെ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഫ്ലൈയിങ് ഈഗിളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇറങ്ങി റെഡിയായി നിൽക്കുന്നു. അപ്പോൾ കൃഷ്ണൻ എന്താ ബാക്ക്ഗ്രൗണ്ടിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ, ഞാനും കൃഷ്ണനും കൂടെയാണ് പോകുന്നത്. കൂടെ നമ്മുടെ അനൂപുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ഇതുപോലുള്ള ഈവൻറ്റുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒരാളിനെ കൂടെ എപ്പോഴും കൂട്ടും. അതാണ് കൃഷ്ണൻ, എൻ്റെ റൈറ്റ് ഹാൻഡാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഇവിടെ നേരെ ഷോറൂമിലോട്ട് പോകും. പോയിട്ട് കൃഷ്ണൻ നമ്മുടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, അദ്ദേഹത്തിനെ വിളിക്കാൻ വേണ്ടി പോയിട്ട് നേരെ വീണ്ടും ഷോറൂമിൽ എത്തും. അപ്പം ഞാനും അനൂപ് കൊച്ചിയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനൂപ് കൊച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അനൂപ് ഒരു ഫിനാൻസ് കൺസൾട്ടൻറ്റ് സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ അത് അനൂപ് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വണ്ടിയോ, അതായത് നിങ്ങളുടെ വാഹനം, അത് കാറൊക്കെ ആണെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു പ്രീമിയം കാറൊക്കെ എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രീമിയം അല്ലാത്ത നോർമൽ ഒരു കാർ എടുക്കണമെങ്കിലോ, പേഴ്സണൽ ലോണ്, ഹോം ലോണ്, എല്ലാത്തിനും അനൂപിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ വിളിക്കുക, എൻ്റെ പേര് പറയുക, മാക്സിമം ഉള്ള ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കുറച്ച് തരും. ഇതൊരു പ്രൊമോഷൻ അല്ല, 5 നയാ പൈസ വാങ്ങിയിട്ടല്ല ഞാൻ ഇത് പറയണത്. ഇതെൻ്റെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ആണ്. അപ്പം അനൂപിനെ നിങ്ങൾ പലരും കണ്ടാണ്. നമ്മുടെ ഒരു റൈഡിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊച്ചിയിൽ വെച്ച് അനൂപിനെ കണ്ടായിരുന്നു. അനൂപിൻ്റെ വീട്ടിലൊക്കെ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളെ കൊണ്ടുവന്ന് എയർപോർട്ട് കടത്തി വിട്ടു തന്ന ആ മഹാനായ വ്യക്തിയാണ് ഈ പുറകെ നിൽക്കുന്നത് അനൂപ്. അപ്പോൾ അനൂപിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഒരു കാർ ഇരിക്കുന്നു, നിങ്ങൾ വേറൊരു കാർ വാങ്ങാനൊരു ആഗ്രഹം, അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ആ വണ്ടി വിൽക്കാനായാലും അതും അനൂപ് തന്നെ ചെയ്തു തരും. അടുത്ത പുതിയ വണ്ടി റെഡിയാക്കി തരും. അതിൽ ലോണ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നും അറിയണ്ട, കൊണ്ടുവന്ന് താക്കോൽ കൈ തരും. അതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൃഷ്ണനുമായിട്ട് നേരെ ഇപ്പം വഴിയിൽ സജിനുണ്ട്, സജിനെ വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് പോകും. സജിൻ ഇങ്ങോട്ടും വരാമെന്ന് പറഞ്ഞ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അവിടെ എല്ലാവരും റെഡിയായി നിൽക്കുന്നു ഷോറൂമിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങും. ഓക്കെ, ശരി. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ തിരിച്ച് നമ്മളിതാ ഇപ്പോൾ അട്ടക്കുളങ്ങര എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്തെത്തി. ഇനി ഇവിടുന്ന് നമുക്കൊരു 10-15 മിനിറ്റ് എടുക്കും. കാരണം ഈ സമയം വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ട്രാഫിക് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനിന്ന് പോകുന്ന എൻ്റെ പഴയ ഇന്നോവയിലാണ്. എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നത് ഈ ഒരു വണ്ടിയാണ്. അപ്പം ഈ വണ്ടി തന്നെയാണ് പോകുന്നത്. സജിൻ വീട്ടിൽ വന്നു. സജിൻ വന്നിട്ട് ഞാനും സജിനും അനൂപ് പിന്നെ നമ്മുടെ കൃഷ്ണൻ, നമ്മൾ ഇത്രയും പേരുമായിട്ട് ഇതാ പോകുന്നു. അപ്പോൾ അവിടെ ആൾക്കാർ വന്നു തുടങ്ങി. നേരത്തെ നമ്മൾ 5 മണി പറഞ്ഞു, അതുകൊണ്ട് ആൾക്കാർ വന്നു തുടങ്ങി. ഇപ്പോൾ മണി 5:30 ആവാൻ പോകുന്നു. അപ്പം നമ്മളിനി അവിടെ ചെല്ലുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഇനി അവിടെ എല്ലാം ചടപട്ടയെന്ന് തീരും. ഡെലിവറി എടുക്കും. പിന്നെ അവിടെ ചെറിയൊരു ഇവൻറ്റ് പോലെ ഒരു പാട്ടും പിന്നെ അതുപോലെ എന്താ പറയുക ഒരു ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി എല്ലാം വരും. ഫാമിലി വരുന്നത് അവരിപ്പം വീട്ടിൽ നിന്ന് എൻ്റെ അനിയൻ നമ്മുടെ സന്ദീപ് അവരെയും കൊണ്ടുവരും. ഓക്കെ. അപ്പം ഷോറൂം ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് എത്തും. ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ച ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മുറിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. നമ്മൾ ചാക്ക സിഗ്നൽ കഴിഞ്ഞു. ഇനി ഈ ഒരു പാലം കയറി അങ്ങ് ഇറങ്ങുന്ന സ്ഥലത്താണ് ലെഫ്റ്റ് സൈഡിൽ BMW. ടൈം ഇപ്പോൾ തന്നെ 5:30 കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ ഷോറൂം എത്തി. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നു. ഏറ്റവും വലിയൊരു സസ്പെൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ഇവർ ആർക്കും അറിയില്ല. ഹലോ മിഥു.
നിങ്ങളുടെ ഹോബി ആവാം. പക്ഷേ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുന്ന ഒരു കൂട്ടായ്മയാണ് SBRCയുടേത്. ധൈര്യമായി അഡ്വഞ്ചറസ് ആയിട്ട് ഒഴിച്ചു പോകാൻ പറ്റുന്ന ഒരു മോഡൽ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു മോഡലിലേക്ക് തന്നെ എത്തിയിരിക്കുന്നതല്ലേ? You would have won several models earlier, but this would have been your real dream model. So, ഇന്ന് 3 BMW അഡ്വഞ്ചർ ഫാമിലിയിലേക്ക് കടക്കുന്നു എന്ന് പറയണോ, അല്ലെങ്കിൽ ഈ 3 റൈഡേഴ്സിന്റെ ജീവിതത്തിലേക്ക് BMW അഡ്വഞ്ചർ മോഡൽ എത്തുകയാണ് എന്ന് പറയാം. എങ്ങനെ പറഞ്ഞാലും സംഭവം ഒന്ന് തന്നെയാണ് അല്ലേ? Such a proud moment for BMW as well as even proud moment for the SBRC family. For the SBRC riders, it's such a proud moment for all of them. So, ഇതിൽ ഈ മൊമെന്റിനെ ശരിക്കും ഓൺ ചെയ്യുന്നത് ആദ്യമായി അമലാണ്. എത്തിയിരിക്കുകയാണ്. And he is owning the gorgeous triple black edition of BMW R1300 GSA. സച്ചിനാണ്. IR883 എന്നത് മോഡലാണ് ആദ്യമായി സ്വന്തമാക്കിയത്. അതിനുശേഷം നിരവധി മോഡലുകൾ കൈമാറിപ്പോയെങ്കിലും ഇന്ന് ഈ തിരുവനന്തപുരത്തെ ഷിയാസ്ട്രേഡായ സഞ്ജു ഇന്ന് എത്തിയിരിക്കുന്നത് BMW ട്രോഫി എഡിഷൻ ഓട്ടോമാറ്റിക് വേർഷനിലാണ്. പക്ഷേ ഈ മൂന്നാമത് ഇരിക്കുന്ന ബൈക്ക് ആർക്കുള്ളതാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം. Any guesses who is going to take this gorgeous vehicle? ആണോ? അല്ല, അറിയാൻ പറയില്ല. ചിലർ പറയുന്നു ഞാനാണെന്ന് ഉറപ്പുള്ളവരാണോ? വരില്ലേ? പ്രശസ്തി ഇഷ്ടമുള്ളവരാണല്ലേ? ഫാമിലിയിലുള്ള പുതിയ മെമ്പർ. റൈഡിംഗിലേക്ക് തന്നെ പുതിയ ഒരു വ്യക്തിയാണ്. ഗെസ്സസ് പ്ലീസ്. അറിയാത്ത ഒരാളാണ്. BMWയുടെ ലേറ്റസ്റ്റ് ലക്ഷറി അഡ്വഞ്ചർ ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഈ മോഡലിലേക്ക് വന്നിരിക്കുന്നത്. ആരാണ് വണ്ടി ഓടിക്കാൻ അറിയാത്ത മൂന്നാമൻ? ഇതിങ്ങനെ ഗസ്റ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ?
playful dream, turning everyday moments into a sparkling